ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ റമദാൻ ഡേ 3 ആണ് കേട്ടോ. ഇത് ഡേ 2 ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, ഡേ 3 ആണ്. എൻ്റെ ജോലിക്ക് കയറുന്ന ഇത് തൊട്ട് തലേന്നത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പൊതുവേ ഒരു റിലാക്സിങ് ഡേ ആയിരുന്നു. അപ്പോൾ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ അതുവരെ വേറെ പരിപാടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കുറേ നേരം റിലാക്സ് ചെയ്തു. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് സമൂസയൊക്കെ ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുക്കിംഗ് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഈ പാത്രങ്ങൾ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റ് അങ്ങ് കാലിയാക്കി വെച്ചാൽ പിന്നെ എന്താ പറയുക, അടുത്ത വരുന്ന പാത്രങ്ങളൊക്കെ അപ്പം കഴുകാനും ഈ ഒരു സംഭവം അടിപൊളിയായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുക്കിംഗ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാനത് പെട്ടെന്നൊന്ന് എംപ്റ്റി ചെയ്തെടുക്കുകയാണ്. ഈ സാധനം ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ കണക്കാണ്, പിന്നെ സിങ്ക് ഫുള്ളാവും, അങ്ങനെ ആകെ മെസ്സാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് എടുക്കുമ്പോൾ അപ്പം അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് പോകാമല്ലോ. ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു പണിയെന്ന് വെച്ചാൽ ഫ്രോസൺ സമോസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമോസ ഷീറ്റൊന്നും വാങ്ങിയതുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ മൈദ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഹോം മെയ്ഡായിട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മസാല റെഡിയാക്കി വെക്കുകയാണ്. ഞാനൊരു ബേസിക് മസാല തന്നെ റെഡിയാക്കുന്നതിനെ പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞാനൊരുവിധം സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു മസാല തന്നെ കേട്ടോ യൂസ് ചെയ്യൽ. എനിക്കങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളും ഞാൻ പരീക്ഷിക്കാറുമില്ല, എനിക്ക് വലിയ വശവും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ വലിയ ഉള്ളി, ഒരൊറ്റ പച്ചമുളക്, ഫിസോനോട് കഴിക്കേണ്ടതും കൊണ്ട് വേറെ പച്ചമുളകൊന്നും ഇട്ടില്ല, ഒരു കുഞ്ഞ് പച്ചമുളക്, കുറച്ച് കറിവേപ്പ്, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും, പിന്നെ ചിക്കൻ മസാല അതിൽ ബാക്കിയുള്ളത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. സ്പൂണ് കണക്ക് പറയുകയാണെങ്കിൽ ഒരു 1/2 സ്പൂണൊക്കെ ആയിരിക്കും. ഞാൻ വേറെ പാക്കറ്റിലുള്ളത് പൊട്ടിക്കാനുള്ള മടി കാരണം ആ ഒരു നമ്മളെ സ്പൈസ് ജാറിൽ ഉണ്ടായിരുന്നത് അങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ. എൻ്റെ ഒരു കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഏകദേശം എല്ലാം ഒരു കൈക്കണക്ക്, അല്ലെങ്കിൽ ആ ബാക്കിയുള്ളത് അങ്ങോട്ട് ഇരിക്കട്ടെ, അങ്ങനത്തെയൊക്കെ ഒരു രീതികളാണ്. അപ്പോൾ ആ ഒരു മസാല ഇതാകുമ്പോഴേക്ക് ഞാൻ വേവിച്ച് വെച്ച ചിക്കൻ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടിടുകയാണ്. ഞാൻ കുറച്ച് ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ കുറച്ച് ചിക്കൻ മിക്സിയിലൊന്ന് പൾസ് ചെയ്തിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മസാലയിൽ മിക്സ് ആകാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ കറി വെക്കൂലേ, അതിൽ നിന്ന് എടുത്തു വെച്ച പീസാണ്. അപ്പോൾ കുറച്ച് നല്ല ഫ്ലഷ് ഉള്ള പീസ് ഞാൻ എടുത്തു വെച്ചതേനു. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. ഇത് സമൂസയിൽ അത്യാവശ്യം നന്നായിട്ട് ചിക്കനൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. ബാക്കി ഞാനിതാ പൾസ് ചെയ്തെടുത്തു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൽ ഇനി കുറച്ചും കൂടി മസാലപ്പൊടികൾ ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ചിക്കനും കൂടി ഇട്ടിട്ട് ഇടാമെന്ന് വിചാരിച്ചതാണ്. കാര്യം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത ചിക്കൻ അല്ലല്ലോ, ജസ്റ്റ് കറിയിൽ നിന്ന് എടുത്ത ചിക്കനാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ചും കൂടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ നേരത്തെ ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടുള്ളൂ. അപ്പോൾ ചിക്കൻ മസാലയ്ക്ക് ചെറിയൊരു എരിവുണ്ടാവും. അപ്പം അതുപോലെ ചെറിയൊരു പച്ചമുളകും ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ കുറച്ച് 1 സ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. കൂടുതൽ എരിവായി കഴിഞ്ഞാൽ പിന്നെ ഫിസൂന് കഴിക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് ഏകദേശം ഒന്ന് റെഡിയായി. പിന്നെ ഇതിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല, ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. നമ്മൾ അടച്ച് വെച്ചൊക്കെ വേവിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇനി നമ്മൾ മൈദ കുഴച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സ്പ്രിംഗ് റോൾസ് പോലെയും, പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ, എന്നാലും എൻ്റേതായ രീതിയിലൊരു തട്ടിക്കൂട്ട് സ്പ്രിംഗ് റോൾസ് പോലെയും കുറച്ച് സമൂസ പോലെയൊക്കെ ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം നമ്മളൊരു 5-6 എണ്ണമൊക്കെ ഫ്രൈ ചെയ്യലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 3-4 ദിവസത്തേക്കുള്ളതൊക്കെ അതുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം അങ്ങനെ ക്ലീൻ ചെയ്ത് പോവാണ്. അപ്പോൾ ഇത് ഞാൻ റീസെൻ്റ്ലി എപ്പോഴും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നൊരു കാര്യമാണ്. ഇതൊക്കെ ഇനി നമുക്ക് വളരെ അത്യാവശ്യമാകും. കാരണം എല്ലാം കൂടി എടുത്ത് മലമറിക്കുന്ന ക്ലീനിങ്ങിനൊന്നും ഇനി സമയം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അപ്പം അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് പോവാണ് കേട്ടോ. ഇനി ഞാൻ ഈ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് കഴുകി കേട്ടോ. ഇക്ക ഫിസൂനുള്ള ഓട്സ് അവിടെ റെഡിയാക്കുന്നു. ഞാനിവിടെ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് കഴുകി പിന്നെ ഫാനൊക്കെ കൊണ്ടുവന്ന് വെച്ച് അവിടെ ഡ്രൈ ആക്കി എടുത്തതാണ്. ഇനി നമ്മൾ അവിടെ ഇട്ടിട്ടാണ് മൈദ കുഴക്കുന്നത്. അതുപോലെ 2 ദിവസത്തേക്കുള്ള പത്തിരിയും പരത്തിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പിന് മെയിനായിട്ട് പത്തിരിയും എന്തെങ്കിലും കറിയുമാണ് കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ 2 ദിവസത്തേക്കുള്ള പത്തിരി ഇന്നേക്കുള്ളതും പിന്നെ അടുത്ത ദിവസത്തേക്കുള്ളതും പത്തിരി റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മൈദ നന്നായിട്ട് കുഴച്ചു. ഞാൻ ജസ്റ്റ് ഉപ്പ് ഇട്ടിട്ട് പച്ചവെള്ളത്തിൽ കുഴച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിൻ്റെ ശേഷമാണ് നമ്മൾ പിന്നെ പരത്തിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് 1-2 രീതിയിൽ ചെയ്യാം കേട്ടോ. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഷീറ്റ് ഉണ്ടാവില്ലേ, അതുപോലെ റെക്റ്റാങ്കിളായിട്ട് കട്ട് ചെയ്തിട്ടും എടുക്കാം. അതുപോലെ സർക്കിളായിട്ട് ചെയ്തിട്ട് 4ആയി മുറിച്ചിട്ട്
ആ രീതിയിലും സമോസകളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞങ്ങളിവിടെ ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ഫുൾ പരിപാടിയും ചെയ്യുന്നത്. ഇക്കയും ഫിസും എല്ലാവരും കൂടിയും എന്താ പറയുക, ഞങ്ങൾക്ക് അറിയാവുന്നൊരു രീതിയിലൊക്കെ അങ്ങോട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതാ പരത്തി മാക്സിമം ചെറുതാക്കി പരത്തുക. സത്യത്തിൽ നമ്മളെ ഹിന്ദിക്കാരൊക്കെ അല്ലേ, അവർ വീഡിയോസിലൊക്കെ ചപ്പാത്തി പരത്തുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും കേട്ടോ. എത്ര അടിപൊളിയായിട്ടാണല്ലേ ഇവർ ഇത് ഇങ്ങനെ വട്ടത്തിൽ പരത്തിയെടുക്കുക. ഞാൻ പരത്തി കഴിഞ്ഞാണല്ലേ നമ്മളെ കോണ്ടിനൻസിൻ്റെയൊക്കെ എന്താ പറയുക ഷേപ്പ് പോലെയൊക്കെയാണ് ആയി വരുന്നുണ്ടാവുക. അപ്പോൾ എന്താണെങ്കിലും ഞാനതൊക്കെ ഒന്ന് പരത്തി സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളിത് ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചൂടാക്കിയാൽ നമ്മൾ സമോസേൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ, അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ നമുക്കറിയാവുന്ന രീതിയിൽ ജസ്റ്റ് പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ റെക്റ്റാങ്കിളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് കുറേ നേരിട്ട് ചൂടാക്കരുത്. ഞാനവിടെ പാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു 10-20 സെക്കൻഡ് രണ്ട് സൈഡും. ഇത് കണ്ടോ, ഭയങ്കര പെർഫെക്റ്റായിട്ട് അടിപൊളിയായിട്ടൊന്നും ഞാനിത് കട്ട് ചെയ്തില്ല കേട്ടോ. ഞാൻ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒട്ടും ഒരു പെർഫെക്ഷനിസ്റ്റ് ഒന്നും അല്ല. എങ്ങനെയാണോ അങ്ങനെ അങ്ങോട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് എന്താ പറയുക ചൂടാക്കി എടുക്കുമ്പോൾ ഇത് പിന്നെ ചെറുതായി പോവുകയോ വലിഞ്ഞു പോവുകയോ കാര്യങ്ങളൊന്നുമില്ല, അത് പെർഫെക്റ്റായിട്ട് അങ്ങ് നിന്നോളൂ. അപ്പോൾ കണ്ടില്ലേ, അങ്ങനെ നമ്മളെ ഷീറ്റുകളൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാനിത് ഫിൽ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇത് വെച്ചിട്ട് സമൂസയും അതുപോലെ എന്തായിരുന്നു സ്പ്രിങ് റോളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ അവിടെ എന്താ മൈദയും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇതേപോലെ കോണാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് മടക്കി കൊടുക്കുന്നു. ആർക്കല്ലേ സമൂസ ഉണ്ടാക്കാനൊക്കെ പറയാത്തത്, എന്നാലും ജസ്റ്റ് ഞാൻ ഉണ്ടാക്കുമെന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇതൊരു 1-1.5-2 മണിക്കൂർ പണി എടുത്തു കേട്ടോ. ഞാനൊരു 11:30 എങ്ങാനും സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മണിയോ 2:30 അങ്ങനെ കുറച്ച് 1:30യോ അങ്ങനെ എന്തോ ആയിട്ടോ, 1:30 തോന്നുന്നു, അങ്ങനെ എന്തോ സമയമായിട്ടുണ്ടായിന്. അപ്പോൾ ആ കുറച്ച് സ്പ്രിങ് റോൾസും അതുപോലെ ഞാൻ മാത്രമല്ല കേട്ടോ, ഞാനും മിക്കയും കൂടിയാണ് ഇതൊക്കെ റെഡിയാക്കി എടുത്തത്. കുറച്ച് സ്പ്രിങ് റോൾസും അതുപോലെ കുറച്ച് മിനി സമോസകളും ഇത് നമ്മൾ ചൂടാക്കാതെ ചെയ്തതാണ് കേട്ടോ. ആ ഒരു പുറംഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അതിൻ്റേത്. ഇതൊക്കെ നമ്മളെ മിനി സമോസകളാണ്. അത് ഞാൻ പുറംഭാഗം ആ ഒരു എന്താ പറയുക മൈദ ചൂടാക്കാണ്ടാണ് ചെയ്തത്. ഇത് ജസ്റ്റ് ചൂടാക്കിയത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കാൻ വേണ്ടി പോവാണ്. അതിൽ കുറച്ച് നമുക്ക് ഇന്നെടുത്ത് ഫ്രൈ ചെയ്യാം കേട്ടോ. പിന്നെ പത്തിരി പരിപാടികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. കുറച്ചധികം പത്തിരിപ്പണി ഉണ്ടായിരുന്നു 2 ദിവസത്തേക്കുള്ളത്. പിന്നെന്താ ഇത്രയും പണി, നമ്മളിന്ന് വേറെ പണികളൊന്നും ചെയ്യാത്തതിന് പകരം നമുക്കിന്ന് അത്യാവശ്യം നല്ല പണി ഉണ്ടായിട്ട് ഇത് തന്നെ. അങ്ങനെ പത്തിരിയൊക്കെ ഞങ്ങൾ കണ്ടെയ്നറിലൊക്കെ ആക്കി സെറ്റാക്കിയൊക്കെ വെച്ചു. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറച്ച് സമയം ഒന്ന് ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്ത് സമാധാനമായിട്ട് കിടക്കാൻ വേണ്ടി പോവാണ്. ഇനി വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ വന്നിട്ട് ഞാൻ 5 മണിയാകുമ്പോൾ കിച്ചണിലേക്ക് വന്നു. ഒരു 5:30 ഒക്കെ ആയപ്പോഴേക്കും എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മൾ ഓൾമോസ്റ്റ് ഒക്കെ സെറ്റാക്കി വെച്ചതല്ലേ. ഇതാ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ബനാന ബോൾസും ഉണ്ട്, അതുപോലെ നമ്മളെ സമോസയും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓരോ വലിയ സമോസകളും പിന്നെ ഓരോ മിനി സമോസകളും പിന്നെ ഓരോ ബനാന ബോൾസുമാണ്, ഒരാൾക്ക് 1 എന്നുള്ള രീതിയിൽ. അപ്പം എന്തൊക്കെ ഉണ്ടാവും, മൊത്തം ഒരു 9 സ്നാക്ക് ഉണ്ട്. ഞാൻ വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. നമ്മളിത് വേസ്റ്റ് ആക്കാൻ വേണ്ടി ഉണ്ടാക്കരുത്. ശരിക്കും നോമ്പിന് നമുക്ക് കുറേ കഴിക്കുന്നൊക്കെ തോന്നുന്നല്ലാതെ ഒരുപാടൊന്നും കഴിക്കാനാവില്ലല്ലോ. അപ്പോൾ കറക്റ്റ് ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുക. കളയാൻ മാത്രം ഞാൻ അങ്ങനെ കുക്ക് ചെയ്യലേ ഇല്ല. മാക്സിമം എണ്ണ ഒക്കെ നോക്കി ഒരാൾക്ക് 1, 2, 3 എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതാ നമ്മളെ വലിയ സമോസകൾ ഞാൻ ഓരോന്നിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയ ചട്ടിയിൽ അത്രയും എണ്ണ ഒഴിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഓരോന്നാക്കുന്നത്. നമ്മൾ കുറച്ചുകൂടി എണ്ണ ഒഴിക്കുകയാണെങ്കിൽ 2-3 എണ്ണമൊക്കെ ഒരുമിച്ച് ചെയ്യാം. നമ്മളിപ്പോൾ കുറച്ചല്ലേ ഫ്രൈ ചെയ്യുന്നുള്ളൂ, നമ്മളാകെ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും മതിയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നു. നമ്മളിപ്പോൾ ഫ്രീസ് ചെയ്താണെങ്കിലും ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എടുക്കുക ഡയറക്റ്റ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കിയിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ കുടിക്കും തോന്നിയാൽ ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുക്കുക. പിന്നെ കരിയുമെന്ന് തോന്നിയാൽ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മളെ ബനാന ബോൾസും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പഴം വേവിച്ചിട്ട് അതിലേക്ക് തേങ്ങയും പഞ്ചസാരയും കാഷ്യൂ റൈസിൻസ് എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ഉരുട്ടിയെടുത്തതാണ്. ജസ്റ്റ് ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കി ഉരുട്ടിയെടുത്തതാണ്. കഴിഞ്ഞ വീഡിയോ എടുത്ത് കണ്ടു നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും.
അപ്പോൾ അതും ഓരോന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമ്മളെ മിനി സമോസകളും കൂടി, അത് പിന്നെ കുഞ്ഞാണ്, നമ്മൾക്ക് ഓരോ ബൈറ്റിനേ ഉള്ളൂ കേട്ടോ ഓരോന്നും. അപ്പോൾ ഒരു 3 എണ്ണം ഒരുമിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളെ സമോസ അടിപൊളിയായിരുന്നു. ഓവറായിട്ട് മസാലേൻ്റെ കുത്തലോ അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല എന്താ പറയുക, ഒരു മൈൽഡായിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ സമൂസ. ഞാൻ ഭയങ്കരമായിട്ട് മസാല ഇടാണ്ടെന്നതാണ്, അതുകൊണ്ടാണ് ഒരു കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും റെഡി, ഭയങ്കരമായിട്ടിട്ട് കരിയാതെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ ഞാൻ അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സമൂസയും നമ്മളെ സ്നാക്ക് കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ എന്താ പണിയുള്ളത്? വാട്ടർമെലൺ കട്ട് ചെയ്ത് വെക്കണം. വാട്ടർമെലൺ ഇല്ലാതെ എന്തല്ലേ. പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, കുറച്ച് വലിയ പണി ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ കുറച്ച് പ്രെപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചത് കൊണ്ട് വലിയ പണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ കുറച്ച് വാട്ടർമെലണും കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ എന്താ ഉണ്ടായത്? പത്തിരിയും കറിയുമാണ്. കറി നമ്മൾ മിക്കവാറും എന്താ 2 നേരത്തേക്ക് അല്ലെങ്കിൽ 2 ദിവസത്തേക്കൊക്കെയുള്ള കറി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കും. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാൻ നേരത്തെ തേങ്ങ അരച്ച് നന്നാക്കുക, അങ്ങനെയൊക്കെ കേട്ടോ ചെയ്യൽ. എന്താ പറയുക, കുറച്ച് മതിയല്ലോ ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയാൽ തന്നെ 2 നേരത്തേക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ തേങ്ങയൊക്കെ വെച്ച് നന്നാക്കി എടുക്കലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ നോമ്പുതുറ വിശേഷങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ. ഇനിയിപ്പോൾ എന്താ, ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. എല്ലാം കൊണ്ടുവച്ചിട്ട് അവസാനത്തെ ഒരു 5-6 മിനിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ഞങ്ങളെല്ലാം എടുത്ത്, ഞാനും ഫീസും എല്ലാം എടുത്ത് സെറ്റാക്കിയൊക്കെ വെക്കുകയാണ്. എനിക്ക് എന്തോ ഫോണൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഇനി ബാങ്ക് കൊടുക്കുന്നതും കാത്തങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ബാങ്ക് കൊടുത്തത്. അപ്പം എനിക്ക് അതുവരെ ഫോൺ നോക്കിയിരുന്ന് കൈ കഴുകാൻ വേണ്ടി ഓടിപ്പോയതാണ്. പിന്നെ എന്താ പറയുക, ജ്യൂസും പിന്നെ സ്നാക്കും കാര്യങ്ങളൊക്കെ ഒരു അറ്റാക്ക് തന്നെ ആയിരുന്നു. ഇനിയിപ്പോൾ എന്താ, നമ്മൾ നോമ്പുതറ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടിപ്പിക്കൽ പരിപാടികളൊക്കെ തന്നെ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കാനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.